ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന, അധ്യായം 8. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോടുകൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നതെങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്ന് അവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു. വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 14-ാം തീയതി, ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റുമിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഈശോയുടെ കരുണയെക്കുറിച്ചാണ്. തന്റെ കൂടെ തന്റെ വചനം കേട്ട് തന്നോടൊപ്പമായിരിക്കുന്ന ആളുകളോട് ഈശോയ്ക്ക് അനുകമ്പയുണ്ടാകുന്നു. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ആരോടാണ് ഈശോയ്ക്ക് അനുകമ്പ തോന്നിയത്? ഈശോയോട് കൂടെ ആയിരുന്നവർ. ഈശോയോട് കൂടെ ആയിരുന്നു എന്ന് മാത്രമല്ല, ഈശോയുടെ വചനം കേട്ട് അവൻ പറയുന്നത് കേട്ട് അവരിയ്ക്കുകയാണ്. അവരൊന്നും പ്രത്യേകിച്ച് ഈശോയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഈശോയോട് അവര് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ചില ആളുകൾ പള്ളിയിൽ വന്നാലും അവര് ഈശോയോട് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോ പറയുന്നത് കേൾക്കാൻ നിശബ്ദമായിരിക്കാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ അടുക്കൽ വരുന്നത് ഈശോ പറയുന്നത് കേൾക്കാനാണ് എന്ന മനോഭാവത്തോടുകൂടെ ഈശോയുടെ അടുത്ത് ഈ 3 ദിവസവും ഈശോ പറയുകയും അവർ കേൾക്കുകയും ചെയ്യുന്നവരായിരുന്നു. വീണ്ടും കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോ സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു, കേൾക്കുന്നത് സ്വീകരിക്കുന്നു,
അത് ഏറ്റെടുക്കുന്നു. ഈശോ പറയുന്ന കാര്യങ്ങളോട് ആമേൻ പറയുന്നു. തീഷ്ണത തോന്നുന്നു, മടുപ്പ് തോന്നുന്നില്ല. നമുക്ക് പ്രിയപ്പെട്ടവര് എത്ര സമയം മടുപ്പ് തോന്നാതെ വചനം കേട്ട് അതിനോട് ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വാച്ച് നോക്കും, 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തല ചൊറിയും, 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കും, 3 മണിക്കൂർ കഴിയുമ്പോൾ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് 3 ദിവസമായിട്ടും ഇവര് ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം, വചനം പറയാണ് ദൂരെ നിന്ന് വന്നിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അതായത് അടുത്ത് നിന്ന് വന്നവരെ ഈശോയ്ക്കറിയാം, കുറച്ചുകൂടെ ദൂരെ നിന്ന് വന്നവരെ ഈശോയ്ക്കറിയാം. ഓരോരുത്തരും എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഈശോയ്ക്കറിയാം. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. ഈശോ ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ 4000-ഓളം പുരുഷന്മാർ, ഒരു ജനക്കൂട്ടത്തെ എന്നതിനേക്കാൾ ഒരു താറാവുംകൂട്ടത്തെ കാണുന്നത് പോലെയല്ല ഈശോ മനുഷ്യരെ നോക്കിക്കാണുന്നത്. ഓരോരുത്തരും എത്രമാത്രം വേദനകളോടുകൂടെയാണ്, എത്രമാത്രം ദൂരത്ത് നിന്നാണ്, അല്ലെങ്കിൽ അവൻ ഇവിടെ ആയിരിക്കാൻ അവൻ ഏറ്റെടുത്ത കഷ്ടപ്പാട്, തന്നോടുകൂടെ ആയിരിക്കാൻ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ വഹിക്കുന്ന ഭാരം, പ്രയാസം അറിയാവുന്നവനാണ് ഈശോ. ഇന്ന് ഈ രാത്രിയിൽ ഈ ആലയത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനറിയാം നമ്മൾ ഈ വചനം കേൾക്കാനും ആരാധന നടത്താനും എത്രമാത്രം ത്യാഗമെടുത്തിട്ടുണ്ടെന്ന് കർത്താവിന് കൃത്യമായിട്ടറിയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയ്ക്ക് അതറിയാമെന്ന് മാത്രമല്ല, ഈശോ അതിനൊരു വില ഇടുക കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇവരെ ഞാൻ വെറും കയ്യോടെ പറഞ്ഞയക്കുകയില്ല. അവരുടെ ആത്മാവ് നിറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ തിരിച്ചു പോകുമ്പോഴും അവര് തളർന്നു പോകരുത്. അവരുടെ മനസ്സ് മാത്രം നിറഞ്ഞാൽ പോരാ, അവരുടെ ആത്മാവ് മാത്രം പുഷ്ടിപ്പെട്ടാൽ പോരാ, അവരുടെ ശരീരവും തളരാതിരിക്കണം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ അപ്പം വർദ്ധിപ്പിച്ചതിന്റെ ലക്ഷ്യം അതാണ്. ഇവന്റെ ശരീരം തളരരുത്, ഇവന്റെ കണ്ണ് മങ്ങരുത്, ഇവന്റെ കൈയും കാലും തളരരുത്. ശരീരം സൗഖ്യമുള്ളതാകണം. ശരീരം സൗഖ്യമുള്ളതാണെങ്കിൽ ആ ശരീരത്തിലെ ആത്മാവിന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈശോ നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടിപ്പെടലിനെ കുറിച്ച്, ശരീരത്തിന്റെ സൗഖ്യത്തെക്കുറിച്ച്, ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഈശോയ്ക്ക് എന്തുണ്ട്? കരുതലുണ്ട്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോ നമ്മൾ വീണ്ടും ഒരു പക്ഷെ ചോദിച്ചേക്കാം, കർത്താവിന് ഇങ്ങനെ കരുണയുണ്ടായിട്ടും എന്താണ് എനിക്ക് രോഗം വന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മുടെ ശരീരത്തെ കുറിച്ച് കരുണയുണ്ട്. ശരീരം രോഗമില്ലാത്തതായിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും എനിക്കെന്തേ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായത്? നിന്റെ ആ രോഗത്തെയും കർത്താവ്, നിന്റെ ആ പ്രയാസത്തെയും കർത്താവ് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നതാണ് സദ്വാർത്ത. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കർത്താവ് നമ്മോട് പറയുന്ന, കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് തരുന്ന ചെറിയ സന്ദേശം. കർത്താവിന് കരുതലുണ്ട്, കർത്താവിനറിയാം. കർത്താവിന്റെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ ജീവിതയാത്രകളിൽ ഞാൻ തളർന്നു പോകാൻ അവിടുന്ന് എന്നെ തളർച്ചയ്ക്ക്, എന്നെ നാശത്തിന് വിട്ടുകൊടുക്കുകയില്ല. ഞാൻ വഴിയിൽ തളർന്നു പോകാതെ, എന്റെ ജീവിത വഴിയിൽ ഞാൻ തളർന്നു പോകാതെ സ്വർഗീയ ഭവനത്തിൽ ഞാൻ എത്തിച്ചേരണം. അതിനു വേണ്ടതെല്ലാം എന്റെ ഈശോ ചെയ്യും. അത് ചെയ്യാൻ അവിടുന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഈ ശ്രദ്ധയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന, നമ്മളത് പരിഗണിക്കാതിരുന്ന സമയങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസാക്ഷിയെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ ആ ദൈവ സാന്നിധ്യ സ്മരണ ഹൃദയത്തിൽ കൊണ്ടു നടന്നില്ല.
കൂടെ നടക്കുന്നവനെ നമ്മൾ ആദരിച്ചില്ല, ആരാധിച്ചില്ല. നമുക്ക് അനുതപിക്കാം. അതുപോലെ നമ്മുടെ മുൻപിൽ വന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മൾ ഇടപെട്ടവരോട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ കരുതല് കാണിച്ചില്ല, സ്നേഹം കാണിച്ചില്ല. നമ്മൾ കുറ്റം വിധിക്കുകയും തിന്മ പറയുകയും ചെയ്തു അവരെന്നെതിരെ. അങ്ങനെ ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുതപിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമ്മുടെ മേൽ ഇന്ന് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമക്കൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കത്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ് സ്തുതിക്കണം, നന്ദി പറഞ്ഞ് സ്തുതിക്കണം. നന്ദി, 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 നന്ദി. ഹൃദയത്തില് നന്ദി, മനസ്സില് നന്ദി, ആത്മാവില് നന്ദി. ഹല്ലേലൂയ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് 7 നിയോഗങ്ങൾ വളരെ പ്രത്യേകമായി ഇപ്പോൾ ദൈവമക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏഴ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെയും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും പരീക്ഷകൾ എഴുതുന്ന മക്കളെയും, പ്രത്യേകിച്ച് ദിവസങ്ങളിൽ ഒക്കെ പരീക്ഷകൾ നടക്കുന്ന ദിവസമാണ്. CBSE-യുടെ 10ാം ക്ലാസ്സിലെ മക്കളുടെ പരീക്ഷകൾ നടക്കുന്നുണ്ട്. +1, +2-ന്റെയും പരീക്ഷകൾ നടക്കുന്ന ദിവസങ്ങളാണ്. മക്കളെല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
യുവതീവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി അന്വേഷിക്കുന്നവരെയും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കാം. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർ, സാമ്പത്തിക പ്രയാസങ്ങളിലായിരിക്കുന്നവർ, അതുപോലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന പാലാരിവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 5 ദിവസത്തെ ബൈബിൾ കൺവെൻഷന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. ഈശോയേ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ഞങ്ങളെ അറിയുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരികയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഭൗതികവും ആത്മീകവുമായ എല്ലാ കാര്യങ്ങളിലും കരുണയുള്ളവനും ശ്രദ്ധയുള്ളവനുമായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.